ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന് പരസ്യമായി പിന്തുണ കൊടുത്തത് മുതലാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന പേര് വാർത്തകളിൽ ഇത്ര കണ്ട് നിറഞ്ഞു തുടങ്ങിയത്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് CPIയുടെ പാനലിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത ശ്രീനാദേവി എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി PR വർക്ക് ചെയ്തതെന്ന ചോദ്യം പാർട്ടിക്ക് അകത്തു നിന്നും പുറത്തു നിന്നും ശക്തമായിരുന്നു. ശ്രീനാദേവിയുടെ നാട്ടുകാരോടുള്ള പെരുമാറ്റവും സമീപനങ്ങളും അഹങ്കാരം നിറഞ്ഞ സംസാരവുമെല്ലാം കുത്തിപ്പൊക്കി പല ഓൺലൈൻ മാധ്യമങ്ങളും നിരന്തരം വാർത്തയാക്കുകയും അതിനെ തുടർന്ന് പല വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന് PR വർക്ക് ചെയ്തതിന് പാർട്ടി നേതൃത്വം വിശദീകരണം തേടിയിരുന്നു. ഇതേ തുടർന്ന് CPIയിൽ നിന്ന് രാജിവെക്കുകയും പരസ്യമായി കോൺഗ്രസിന്റെ പിന്തുണ തേടുകയും ചെയ്തതാണ് പിന്നീട് കണ്ടത്. കോൺഗ്രസിന്റെ പിന്തുണയോടെ തന്നെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു ശ്രീനാദേവി കുഞ്ഞമ്മ. CPI വിട്ട് കോൺഗ്രസിന്റെ പാളയത്തിലെത്തിയ ശ്രീനാദേവിയെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ പോരാളികൾ വാനോളം പുകഴ്ത്തുകയും മറുവശത്ത് സൈബർ സഖാക്കന്മാർ കുഞ്ഞമ്മയെ വലിച്ചു കീറുന്ന സംഭവങ്ങളുമാണ് പിന്നീടുണ്ടായത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കേറ്റ ആക്രമണം ചെറുതൊന്നുമായിരുന്നില്ല. വ്യക്തിവൈരാഗ്യം തീർക്കാനെന്ന മട്ടിൽ പോലും ചില ഓൺലൈൻ മാധ്യമങ്ങൾ ശ്രീനാദേവി കുഞ്ഞമ്മയെ നിരന്തരം വാർത്തയ്ക്കുള്ള വിഷയമാക്കിക്കൊണ്ടിരുന്നു. ഇപ്പോഴിതാ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ പുതിയ വിവാദം വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ വിഷയം കുറച്ച് ഗൗരവമുള്ളതാണ്. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണത്തിൽ പരാതി എടുത്തിരിക്കുന്നത് അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസറാണ്. സംഭവം ഇങ്ങനെയാണ്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് ശ്രീനാദേവി കുഞ്ഞമ്മ മത്സരിച്ചത് റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്താണെന്നാണ് പരാതി. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് ചേർത്തത് കാർഡുടമയുടെ ഭർത്തൃ സഹോദരിയുടെ മകൾ എന്ന് സൂചിപ്പിച്ചാണെന്നും എന്നാൽ കാർഡുടമയ്ക്ക് ഭർത്തൃ സഹോദരിയോ മക്കളോ ഇല്ലെന്നും പരാതിയിൽ പറയുന്നു. കാർഡുടമ 2024 സെപ്റ്റംബർ 18 മരിച്ചുവെന്നും പരാതിയിലുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കുഞ്ഞമ്മയുടെ പേര് വെട്ടാൻ അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ഉത്തരവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്തു എന്ന് തെളിഞ്ഞതോടെ വലിയ നാണക്കേടിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. തുവയൂർ സ്വദേശികൾ നൽകിയ പരാതിയിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരെയുള്ള നടപടി. ഈ വിലാസത്തിൽ നിലവിൽ താമസക്കാരില്ലാത്തതിനാൽ റേഷൻ കാർഡ് റദ്ദാക്കാനും ഉത്തരവിട്ടു. അതേസമയം വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പ്രതികരണം. നിലവിൽ ഈ വിലാസത്തിലുള്ള വസ്തുവിൽ തനിക്കും അവകാശമുണ്ടെന്നും മുൻപ് CPI നേതാവായി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച സമയത്തും ഇതേ വിലാസത്തിൽ തന്നെ ആയിരുന്നു റേഷൻ കാർഡ് ഉണ്ടായിരുന്നതെന്നും ആരും അന്ന് പ്രശ്നവുമായി വന്നില്ലെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ പ്രതികരിച്ചു. സപ്ലൈ ഓഫീസർ CPIക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും പാർട്ടി പറഞ്ഞത് പ്രകാരമാണ് ഇപ്പോൾ പേരുവെട്ടൽ നടപടിയെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ കൂട്ടിച്ചേർത്തു. എന്നാൽ പരാതിക്കാർ പറയുന്നത് ശ്രീനാദേവിയുടെ പേര് അവരുടെ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തിയ വിവരം തങ്ങൾ അറിഞ്ഞിരുന്നില്ലെന്നും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പട്ടിക പുറത്തു വന്നപ്പോഴാണ് തങ്ങൾ ഈ വിവരം അറിയുന്നതുമെന്നാണ്. തുവയൂർ സ്വദേശികളായ യശോദ എന്ന ആളുടെ പേരിലാണ് റേഷൻ കാർഡ് ഉള്ളത്. യശോദയുടെ മക്കളായ ശ്രീജിത്ത്, ശ്യാംജിത്ത്, സഞ്ജിത്ത് എന്നിവരാണ് ശ്രീനാദേവിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. കാർഡുടമ 2024 സെപ്റ്റംബർ 18 മരണപ്പെട്ടുവെന്നും കാർഡുടമയ്ക്ക് ശ്രീനാദേവി കുഞ്ഞമ്മയുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ഇവർ പരാതിയിൽ പറയുന്നത്. മാത്രവുമല്ല ഇതേ മേൽവിലാസം ഉപയോഗിച്ച് ശ്രീനാദേവി വാങ്ങിയ പുതിയ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നടത്തിയതായും ആ അഡ്രസ്സിൽ വരുന്ന എല്ലാ കത്തുകളും തനിക്ക് നൽകണമെന്ന് പോസ്റ്റ് ഓഫീസിൽ എഴുതി നൽകിയതായും പരാതിക്കാർ പറയുന്നു. ശ്രീനാദേവി പറയുന്നതാണോ സത്യം, പരാതിക്കാർ പറയുന്നതാണോ സത്യമെന്ന് അറിയാതെ കൺഫ്യൂഷനിലാണ് അവിടുത്തെ ജനങ്ങൾ. എന്തായാലും പരാതി കിട്ടിയ സ്ഥിതിക്ക് അന്വേഷിച്ച് കാര്യത്തിന്റെ നിജസ്ഥിതി പുറത്തു വരുമെന്ന് നമുക്ക് കരുതാം.